നമസ്കാരമുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? ഓക്കെ, ഞങ്ങൾ എത്ര കണ്ടാലും മതി വരാത്ത ഒരു റോഡിൽ കൂടെയുള്ള ഒരു യാത്രയിലാണിന്നേ. നമ്മൾ എത്രക്ക് പോയാലും ഒട്ടും മടുപ്പ് വരാത്ത ഒരു റോഡ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാനം റോഡാണ്. മുണ്ടക്കയം കുട്ടിക്കാനം അവിടുന്ന് കട്ടപ്പന ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റോഡ്. അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. ഇത് കണ്ടില്ലേ, മഞ്ഞൊക്കെ കയറി വരുന്ന ഒരു സമയം. കോടമഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കണ്ടില്ലേ എന്തോരം അരുവികളുണ്ടെന്ന് നോക്കിക്കുക. വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയം. കുട്ടിക്കാനത്തിന് അടുക്കാറായ ഒരു സ്ഥലമാണിത്. വന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിച്ചമായിരുന്നു ഇവിടെ. ഇപ്പം കോടമഞ്ഞ് കൊണ്ട് മൂടാൻ തുടങ്ങിയേക്കുന്ന നല്ല കുഴിയാണിവിടെ, ഭയങ്കര കുഴി. വളരെ നല്ല കാറ്റും ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണ്. എത്ര പോയാലും നമുക്ക് മതി വരില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ മഞ്ഞ് കയറുന്നത്. ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നേ. ഇപ്പം നോക്കിക്കേ, ഫുള്ള് മഞ്ഞ് കയറിയിട്ടുണ്ട്, ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. മഞ്ഞ് കയറി വരും, അതുപോലെ മാറിപ്പോവും. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇത് ക്ലിയർ ആവുന്നത്. ഇപ്പം മുന്നോട്ടുള്ള കാഴ്ചകളൊന്നുമില്ല, താഴ്വശം ഒന്നും കാണാൻ കൊണ്ടില്ല, അതേപോലെ മഞ്ഞ് കയറിയിട്ടുണ്ട്. അതെ, മഞ്ഞിനകത്തൂടാണ് ഇപ്പം പോകുന്നത്. ഇപ്പം സമയം 10:15 ആയതേ ഉള്ളേ. രാവിലെ 10:15 സമയമാണ്. അന്നേരത്തേക്ക് റോഡെല്ലാം മഞ്ഞായി. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കിയേ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല കേട്ടോ. ഇത് നമ്മൾ മുറിഞ്ഞപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇത് നമ്മൾ ഇനി ചെല്ലുന്ന മുന്നിലൊരു വാട്ടർഫോൾസ് ഉണ്ട്, വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. അതിപ്പം ഭയങ്കര സെറ്റായിരിക്കും അത്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവിടെ വെള്ളം ഉണ്ടാവും, കാഴ്ചക്കാരും അതേപോലെ ആയിരിക്കും. ഇനി ഇവിടുന്ന് പാഞ്ചാലിയോടെ പോകുന്ന, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പാഞ്ചാലിയോട് പോകുന്ന നല്ലൊരു പ്ലേസാണ്. മുന്നേ കാണുന്ന വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടമാണേ. എൻ്റെ പൊന്ന് ദൈവം, നോക്കി, അടിപൊളി വാട്ടർഫാൾസ് സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു ബെൻഡ് റോഡാണ്. ഇത് മുന്നേ നിന്ന് വരുന്ന മുണ്ടക്കയം വരുന്നു, നേരെ ബാക്കിലേക്ക് പോകുന്നത് കുട്ടിക്കാനം പോകുന്ന റോഡാണ്. അല്ല, ഇതിനടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതേപോലെ വെള്ളം നമ്മുടെ ദേഹത്തോട്ട് കാറ്റടിച്ച് വന്ന് വീഴുന്നുണ്ട്. സ്പ്രേ ചെയ്യുന്ന അതേ കണക്കിൽ. മുന്നോട്ടുള്ള റോഡുകളൊന്നും കാണാൻ പറ്റുന്നില്ല. കുട്ടിക്കാനം ടൗണിലേക്ക് ചെല്ലുവാണ്. കുട്ടിക്കാനം ജംഗ്ഷനിലേക്ക് ചെല്ലുന്ന ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കുമളി പോകാൻ പറ്റും. ലെഫ്റ്റ് പോയാൽ കട്ടപ്പന പോകുന്ന റോഡാണ്. ഈ റൈറ്റ് പോകുന്നത് കുമളിക്കുള്ള റോഡാണ്. ഇവിടെ നമ്മളിപ്പം കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. വാഗമണ്ണ്, കട്ടപ്പന, ഇടുക്കി, ദേവികുളം ഒക്കെ പോകുന്ന റോഡാണ്. റോഡൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള റോഡാണ്. നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡാണ്. ഈ കുട്ടിക്കാനം മരിയൻ കോളേജ് മൊത്തം തേയില നിറഞ്ഞ റോഡാണ് ഇവിടെ. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനും നല്ല സുഖമുള്ള റോഡാണ്. നമുക്ക് മനസ്സിന് നല്ല കുളിർമ കിട്ടുന്ന ഒരു റോഡ് തന്നെ. എന്ന് വെച്ചാൽ മൊത്തം തേയില കൃഷിയാണല്ലോ. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നല്ല റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റോഡ് ഇതുണ്ടല്ലേ. ഈ ഒരു റോഡ് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കിട്ടുമേ. കയറി വരുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം. ചെറുതാണ്, അതിന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോകുന്നുണ്ട്. ഇതൊരു ചെറിയൊരു കടയോട് കൂടിയുള്ള ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ ഒരു തണുപ്പൊക്കെ അല്ലേ, ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നല്ലൊരു
കടുങ്കാപ്പിക്കുള്ളൊരു ഷോപ്പ് കാണുന്നുണ്ട്. ഇവിടെ കൊള്ളാം കേട്ടോ. നല്ല ചെറിയൊരു മഴയുണ്ട്. നമ്മളിപ്പം ഏലപ്പാറ ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. മഴയായതുകൊണ്ട് നല്ല ഇതാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ചെറിയ മഴ ആയതുകൊണ്ടേ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ലൊരു മൂഡാണ്. റോഡിൽ മഞ്ഞുണ്ട്, അതുപോലെ മഴയുണ്ട്. പതിയെ സമയമുള്ളവർക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോയി കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു സമയമാണിത്. ചപ്പാത്തിൻ്റെ അവിടെ ഒരു നല്ല സൂപ്പർ റോഡായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് പണി നടക്കുന്ന റോഡാണേ. അതുകൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി കഴിഞ്ഞ് പിന്നെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയിൽ ഇതേപോലെയുള്ള റോഡാണ് ഇപ്പം കിട്ടുന്നത്. ഫുള്ള് പണി നടക്കുന്ന അവസ്ഥയാണ്. ആറ്റിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതൊക്കെ വമ്പം പണികളാണ് നടക്കുന്നത് റോഡിൻ്റെ വീതി കൂട്ടുന്നത് കൊണ്ട് ഭയങ്കര പണികളാണ് നടക്കുന്നത്. അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ച് നമ്മൾ വന്ന് നിൽക്കുന്നത് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് അഞ്ചുരുളി. അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു 5 ഉരുളി കമത്തി വെച്ചതുപോലെയാണ് ഈ മലകൾ കാണപ്പെടുന്നത്. ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഇടുക്കി ജലസംഭരണിയിലേക്ക് കൊടുക്കുന്ന ഒരു ടണലാണ്. ഏകദേശം 4.72 കിലോമീറ്ററാണ് ഈ ഒരു ടണലിൻ്റെ നീളം. അതിൽ നിന്ന് ഇപ്പം മഴ സമയത്താകുമ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ഫോഴ്സ് ആ ടണലിൽ കൂടെ കാണാൻ പറ്റും. ഇത് നേരത്തെ ഇവിടെ ഒത്തിരി അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതേപോലെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഈ ടണലിൽ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് വരുന്നവരൊക്കെയും സൂക്ഷിച്ച് തന്നെ വരിക. വളരെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇത് കാണാൻ. ഇതിപ്പം നമുക്കിതിൻ്റെ അടിവശം വരെ നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നല്ല മഴ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ആ മേൽവശം വരെയും വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇത്രയും മനസ്സിലാവത്തില്ല. ഇതിനെന്തോരം ആഴമുണ്ടെന്ന് ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ഈ ജലസംഭരണി കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ആഴമാണ്. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ മേളി വരെയും വെള്ളം നിറയും. അപ്പം ഈ ദൂരെ കാണുന്ന കുന്നുകളൊന്നും കാണത്തില്ല. വാണിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ടണൽ മുഖത്ത് ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഒരു ഡേഞ്ചറായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ആ ഒരു ഏരിയ കണ്ടില്ലേ, ആ പിള്ളേരൊക്കെ ഇരിക്കുന്ന ആ ഭാഗം വളരെ വഴുവഴുപ്പുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ നമ്മൾ സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്കറിയില്ല, അത്രയും താഴ്ചയിലേക്കാവും പോകുന്നത്. ഞാൻ ഇതിൻ്റെ ഫേസ് കാണിച്ചു തരാമേ. ഈ ടണലിൻ്റെ ഫേസ് ഏകദേശം 5 കിലോമീറ്ററോളം ദൂരമാണ് ഈ ഒരു ടണലിൻ്റേത്. ഫുള്ള് പാറ തുരന്ന് തന്നെയാണ് ഈ ടണൽ എടുത്തേക്കുന്നത്. ഇതാ മുന്നേ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവെയറാണ്. ഈ കാണുന്ന വെള്ളം നിറഞ്ഞു കിടക്കുന്നതെല്ലാം. ഇത് വെള്ളം കൂടുതലുള്ള സമയത്ത് ഈ താഴ്വശം വരെ ഇവിടെ വരെയും നമുക്ക് വെള്ളം ഒത്തിരി പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമേ.
ഈ തുരങ്കത്തിൻ്റെ അങ്ങേ അറ്റം നമുക്ക് ചെറിയൊരു പോയിൻ്റ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇതിൻ്റെ അങ്ങേ തലക്കിലാണ് കാണുന്നത്. 4.75 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം വരുന്നത്. ഒറ്റ പാറയിൽ തുരന്നെടുത്തേക്കുന്ന ഒരു തുരങ്കമാണ്. ഏറെ അപകടം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണിത്. ഏറ്റവും സേഫ്റ്റിയോട് കൂടി വരിക. പാറയൊക്കെ വഴുക്കൽ ഉള്ള ഒരു ഏരിയ തന്നെയാണിത്. പണ്ട് നമ്മൾ വന്നപ്പോഴത്തെ ഫീൽ ഇപ്പോഴത്തെ ഫീലും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലേ? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ഈ ആഴങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. आपका नाम क्या? पुनीत कुमार गुप्ता. ओके, थैंक यू. किधर से? जयपुर से. जयपुर राजस्थान. ये फैमिली आया? जावेद फैमिली. ओके, कितना दिन के लिए? 7 days. 7 days केरला में. या केरला 7 days. ओके, बाद में केरला, मुन्नार, वागमन और एलेपी. अच्छा, कोची से वापस जाए. कोची से वापस आए. नाइस प्लेस, वेरी नाइस. അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നതാ. എങ്ങനെയുണ്ട് എന്നിട്ട്? അടിപൊളിയല്ലേ? നമ്മുടെ പേരെന്താ? മേഘ. കോട്ടയമാ? പത്തനംതിട്ട എവിടെ? ആണോ, ഞങ്ങൾ പത്തനംതിട്ട തന്നെ. പത്തനംതിട്ട തൂക്കുപാലം വാര്യാപുരത്തിനടുത്ത്. മല്ലപ്പള്ളി അല്ലേ? എന്ത് പേരെന്താ? നന്ദു. എവിടെ വീട്? ആലപ്പുഴ. ഓക്കെ, മോനെയോ? കാർത്തിക്. ഓക്കെ, വീടോ? ആലുവ. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കണ്ടിട്ട്? സൂപ്പർ അല്ലേ? ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട്. ആണോ? ഭയങ്കര ഫേമസ് അല്ലേ? നിങ്ങളുടെ വീട് എവിടാ? ഇടുക്കിയാ? ഹലോ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖം. അപ്പോൾ ഇതൊക്കെയാണ് അഞ്ചുരുളിയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൂടെ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോ ചെയ്യാനെ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.